ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമുക്കൊരു പെയിൻറ്റിങ് നോക്കിയാലെന്ന്. ഫസ്റ്റ് ബേസായിട്ട് ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്തതിൻ്റെ തൊട്ട് അതിനുശേഷം ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ലീവ്സ് പോലെ ഇതിനകത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആദ്യം നല്ല ഡാർക്ക് കളർ കൊടുക്കുക, പിന്നെ അതിനനുസരിച്ച് ലൈറ്റായിട്ട് ഗ്രീൻ കളർ കൊടുത്ത് കുറേ ലീവ്സായിട്ട് നമ്മളിതിലേക്ക് മൊത്തം ഫില്ല് ചെയ്യുന്നതാണ്. എല്ലാം ഡാർക്ക് ലൈറ്റ് ആ ഒരു ഓർഡർ വേണം. നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് വരുന്നതനുസരിച്ച് നമുക്ക് നല്ലൊരു എഫക്റ്റാണ് അതിന് കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറേ ഗ്രാസൊക്കെ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മളൊരു റെഡ് കളർ എടുത്തിട്ട് ആദ്യം ഡാർക്ക് റെഡ് എടുത്തിട്ട് ഇങ്ങനെ ഫ്ലവർ ഷേപ്പ് പോലെ നമുക്കിഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫ്ലവർ പാറ്റേണാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ റെഡ് കളർ എടുക്കുക. നമുക്ക് ഓരോന്നായി ഇപ്പോൾ റെഡോ വൈറ്റോ നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കളർ എടുക്കാം. ഈ ഒരു പാറ്റേൺ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് ഫ്ലവർ വരച്ചു കൊടുക്കാം. ഫ്ലവർ ആണെങ്കിലും മറ്റെന്ത് ഡിസൈൻ ആണെങ്കിലും നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി എടുത്തെടുത്ത് നിൽക്കുന്ന ഷെയ്ഡിലോ നമുക്ക് ഫ്ലവർ കിട്ടും. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടാനുസരണം അവരവർക്ക് ഏത് ഫേവറേറ്റ് കളറാണോ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിലേക്ക് ഞാൻ സെൻറ്ററിലൊരു യെല്ലോ കളർ കൂടെ കൊടുക്കുന്നു. സെൻറ്ററിലെ ഫ്ലവറിൻ്റെ സെൻറ്ററിലെ ഒരു പോർഷനായിട്ടാണ് ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നത്. ദെൻ ഇതിൻ്റെ സൈഡിലെ സ്റ്റിക്കറെല്ലാം പീൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് ബോർഡർ കിട്ടും. നല്ല കെയർഫുള്ളായിട്ട് നമ്മളിതിൻ്റെ സൈഡിലെ സ്റ്റിക്കറെല്ലാം പീൽ ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.